ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹേഷ് വിശ്വസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത്. ക്ഷേത്ര ദർശനത്തിൽ നാം പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്കുണ്ടാകുന്ന മാനസികവും ആധ്യാത്മികവുമായ പരിവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ നാം ഒരുപാട് തവണ പല അധ്യായങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല പാഠങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയാണെങ്കിലും ഇന്നും ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കാണിക്കേണ്ട ചിട്ടകളും മര്യാദകളും എന്തൊക്കെയാണെന്ന് പലരിലും ഒരുപാട് അബദ്ധ ധാരണകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ നമ്മുടെ ഭക്തിയെ വളർത്തി ആ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് ഫലം ഉണ്ടാകുന്നുവെന്നും ആ ക്ഷേത്ര ദർശനത്തിൽ നമുക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ പലരിലും ഇന്നും മിഥ്യാധാരണയായിട്ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള തലങ്ങളിലേക്കുള്ള ചിന്താഗതികളായിട്ടോ ഒക്കെ ഒരുപാട് പേരിൽ ഇന്നുണ്ട്. നമുക്കിന്ന് ക്ഷേത്ര ദർശനത്തിൽ പാലിക്കേണ്ട അത്യാവശ്യ ചിട്ടകൾ എന്തൊക്കെയാണ് എന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ചിന്തിക്കാം. ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരിക്കുന്ന ജഗദീശ്വരനെ കണ്ടുബന്ധിക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുന്നത് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കഴിവിനനുസരിച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള ഉപഹാരങ്ങൾ അർപ്പിക്കാൻ പറ്റിയ ഫലപുഷ്പാദികളൊക്കെ നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. ദേഹശുദ്ധി വരുത്തി നഗ്നത മറയ്ക്കുവാൻ ഉതകുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. അത് പ്രൗഢി കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. സാധിച്ചാൽ ഈറൻ വസ്ത്രമാകുന്നത് അധികം നല്ലതാണ്. പണ്ടുകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഒരു കുളം കൂടി ഉണ്ടായിരുന്നു. അവിടെ മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രത്തിലൂടെയായിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് അതിന്റെ സൗകര്യം വളരെ കുറവാണ്. വാഹനത്തിൽ ഗോപുര നടക്കിൽ ചെന്നിറങ്ങാറല്ല, നടക്കുവാൻ സാധിക്കാവുന്നത്ര ദൂരത്ത് നിന്ന് നടന്ന് മനസ്സിൽ ഈശ്വര ഭാവനയോടൊപ്പം നാവിൽ നാമജപത്തോടും അതീവ വിനയത്തോടും ഒട്ടും ബദ്ധപ്പാടില്ലാതെ നടന്നാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ക്ഷേത്രത്തിലല്ല, ക്ഷേത്ര പരിസരത്തിൽ പോലും തുപ്പുകയോ മൂത്രമൊഴിക്കുകയോ മലവിസർജനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ ബീഡി, സിഗരറ്റ് മുതലായവ വലിക്കുവാൻ പാടില്ല. മദ്യപാനം ഒരു വിധത്തിലും അരുത്. പ്രധാന ഗോപുരദ്വാരത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ചുറ്റമ്പലത്തിൽ പ്രവേശിച്ച് തിരുനടയിൽ നിന്ന് ദിവ്യമംഗള സ്വരൂപത്തെ കൺകുളിർക്കി കണ്ട് ആനന്ദത്തിന്റെ അശ്രുധാര നമുക്ക് ഭവിക്കാം. തന്റെ ജന്മം സഫലമായി, താൻ കൃതാർത്ഥനായി എന്ന തോന്നൽ വരണം. ഉപഹാരങ്ങൾ സമർപ്പിച്ച് ദേവദർശനത്തിന് ശേഷം ചുറ്റമ്പലത്തിലോ മറ്റു സൗകര്യമുള്ള സ്ഥലത്തോ കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കണം. നാമജപം, കീർത്തനം മുതലായവയൊക്കെ നടത്തി കുറച്ചുനേരം ഭാഗവതം, രാമായണം, ഗീത മുതലായവ വായിക്കണം. അതിനുശേഷം അഭിഷേകം ചെയ്ത തീർത്ഥം, പ്രസാദം, നിവേദ്യം ഇവയൊക്കെ സ്വീകരിക്കണം. ശരിയായ പ്രസാദം എന്താണെന്ന് ഗീതാവചനം ഓർക്കുന്നത് ഉചിതമായിരിക്കും. രാഗദ്വേഷങ്ങളെയൊക്കെ വിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ സ്വീകരിച്ച് ആത്മാവിനെ തന്റെ വശത്ത് നിർത്തുവാൻ സാധിക്കുന്നവന് പ്രസാദം കിട്ടുന്നു. പ്രസാദം എന്നതിന്റെ അർത്ഥം സന്തോഷം അല്ലെങ്കിൽ ഉല്ലാസം എന്നുള്ളതല്ല. മനസ്സിന്റെ നിർമ്മലത, ആഗ്രഹങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ, നിശ്ചലത, ഇളക്കമില്ലാത്ത അവസ്ഥ ഇവയെല്ലാം കൂടി ചേരുമ്പോഴുള്ള അനുഭവമായിരിക്കണം പ്രസാദം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുറച്ചു നേരത്തേക്കെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങൾ വരാതെ, മനസ്സ് അങ്ങിങ്ങോടാതെ സ്വസ്ഥമായി നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ പ്രസാദം കിട്ടി എന്നത് സാർത്ഥകമാകുക. കുറച്ച് ചന്ദനമോ കളഭമോ പൂവോ അല്പം നിവേദ്യ വസ്തുക്കളോ കിട്ടിലല്ല അത് എന്ന് മനസ്സിലാക്കണം. അപ്പോ ക്ഷേത്രത്തിലെത്തി കഴിയുമ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയതിനു ശേഷം ചന്ദനവും തീർത്ഥവും വാങ്ങാൻ തിരക്കും തിക്കും കൂട്ടുമ്പോൾ നമ്മൾ വാങ്ങുന്നത് വെറും ഒരു തുള്ളി ജലം അല്ല എന്നുള്ളതും ഭഗവാന്റെ ആ ശിലയിൽ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ കൂടി അഭിഷേകം ചെയ്ത ആ തീർത്ഥത്തിന്റെ പുണ്യമായിരിക്കണം നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു കരുതൽ നമ്മുടെ ഉള്ളിൽ വേണം. അതുപോലെ തന്നെ ഭഗവത് പ്രസാദമാണ്, ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമാണ് ഈ പ്രസാദത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ക്ഷേത്ര ദർശനത്തിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും വളരെ ചെറിയ രീതിയിൽ ഒരു ക്ഷേത്ര ദർശനം പ്രാവർത്തികമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ കാര്യം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.